വെൽക്കം ടു ലേണിഫൈ കൊമേഴ്സ്. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷിലെ ഒരു ഗ്രാമർ പോർഷനായിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രിപ്പോസിഷൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻ ആൻഡ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്താണ്, കുറച്ച് ട്രിക്സ്, പ്രിപ്പോസിഷൻസ് എഡിറ്റിങ്ങിലും ഒക്കെ വരുമ്പോൾ എഴുതേണ്ട കുറച്ച് ട്രിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. വാട്ട് ഈസ് പ്രിപ്പോസിഷൻ? ദ വേർഡ്സ് വിച്ച് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേർഡ്സ്. രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന വാക്കുകളാണ് ഈ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. വിച്ച് യൂഷ്വലി കംസ് ബിഫോർ എ നൗൺ. ദാറ്റ് ഈസ് പ്രീ പ്ലസ് പൊസിഷൻ എന്നാണല്ലോ പറയുന്നത്. അതായത് ഒരു നൗണിന് മുമ്പേ ആണ് ഈ വാക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഓൺ, ഇൻ, അറ്റ്, അണ്ടർ, ഓവർ, എബവ്, ഇതെല്ലാം തന്നെ പ്രിപ്പോസിഷൻസ് ആണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻസ് നോക്കാം. 3 ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻസ് ആണുള്ളത്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്, പ്രിപ്പോസിഷൻ ഓഫ് ടൈം, പ്രിപ്പോസിഷൻ ഓഫ് മൂവ്മെൻറ്റ്. ആക്ച്വലി പ്രിപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാടുണ്ട്. ലൈക്ക് പ്രിപ്പോസിഷൻ ഓഫ് മാനർ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. പക്ഷേ കോമൺ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈം, മൂവ്മെൻറ്റ് ആൻഡ് പ്ലേസിൻ്റെയാണ്. സോ ഈ വീഡിയോയിൽ ഈ 3 ഫൗണ്ടേഷൻ ലെവലിലുള്ള പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതും ഇതാണ്. അപ്പോൾ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഓൺ, ഇൻ, അണ്ടർ, ബിറ്റ്വീൻ, ഇത് 4 എണ്ണമാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൻ്റെ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഡയറക്റ്റ് മീനിങ്സ് ആണ്. അതായത് ഓൺ എന്ന് പറയുമ്പോൾ മുകളിൽ, ഇൻ എന്ന് പറയുമ്പം അകത്ത്, അണ്ടർ എന്ന് പറയുമ്പോൾ താഴെ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇടയിൽ. ഇങ്ങനെ ഡയറക്റ്റ് മീനിങ് വെച്ച് ആലോചിക്കണം. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ, ദ ബുക്ക് ഈസ് ഇൻ ദ ടേബിൾ, ദ ബുക്ക് ഈസ് അണ്ടർ ദ ടേബിൾ, ദ ബുക്ക് ഈസ് ബിറ്റ്വീൻ ദ 2 ടേബിൾസ്. ഇങ്ങനെ ഡയറക്റ്റ് മീനിങ് വെച്ചാണ് ഈ ഒരു ഇത് ചെയ്യേണ്ടത്. ദിസ് ഈസ് വെരി ഈസി. ഇനി പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അറ്റ്, ഓൺ, ഇൻ, ഇവിടെ വരുമ്പോൾ ഓണിനും ഇന്നിനും വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഡയറക്റ്റ് മീനിങ് അല്ല എടുക്കുന്നത്. പകരം ഐ വിൽ മീറ്റ് യു അറ്റ് 5 PM, വിച്ച് മീൻസ് ഒരു സ്പെസിഫിക് പോയിൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ ഓൺ ഉപയോഗിച്ചിരിക്കുന്നത് ഐ വിൽ മീറ്റ് യു ഓൺ ഫ്രൈഡേ, ഐ വിൽ മീറ്റ് യു ഇൻ ഡിസംബർ, വിച്ച് മീൻസ് നമ്മൾ ഡേയ്സിന് വന്നിട്ട് ഓൺ ഉപയോഗിക്കുന്നു, മന്തിന് വന്നിട്ട് ഇൻ ഉപയോഗിക്കുന്നു. വെറും ഡേയ്സ് വരുമ്പോൾ ഓൺ ഉപയോഗിക്കുന്നു, മന്ത്സ് വരുമ്പോൾ ഇൻ ഉപയോഗിക്കുന്നു. സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. ഇനി പ്രിപ്പോസിഷൻ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ടു, ഇൻ ടു, ഔട്ട് ഓഫ് എന്നിങ്ങനെയാണ്. ദീസ് ആർ ഓൾസോ വെരി ഈസി. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഐ വിൽ ഗോ ഇൻ ടു ദ റൂം, ഐ വിൽ ഗോ ഔട്ട് ഓഫ് ദ ഹൗസ്. ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, ഇൻ ടു എന്ന് പറഞ്ഞാൽ അകത്തേക്ക്. നെക്സ്റ്റ് ആണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. സോ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ പ്രിപ്പോസിഷൻ കംസ് ഫസ്റ്റ്, ദെൻ ദി ഒബ്ജക്റ്റ്. പ്രിപ്പോസിഷൻ പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് നൗൺ ആകാം അല്ലെങ്കിൽ പ്രോനൗൺ ആകാം. ഫോർ എക്സാമ്പിൾ ഇൻ ദ മോർണിംഗ് ഐ ഡ്രിങ്ക് കോഫി. ഈ ഒരു സെൻറ്റൻസിൽ പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ ദ മോർണിംഗ്. ഹീ സാറ്റ് അണ്ടർ ദ ട്രീ. ഇതിലോ അണ്ടർ ദ ട്രീ ആണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. അണ്ടർ എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷൻ ആൻഡ് ട്രീ എന്ന് പറയുമ്പോൾ നൗൺ. ഇനി പ്രിപ്പോസിഷൻസ് എഴുതുമ്പോഴുള്ള ഒരു കുറച്ച് ബേസിക് ട്രിക്സാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രിക്കാണ് അറ്റ്. അറ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരിത്. ഒരു സ്പെസിഫിക് പോയിൻറ്റിനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്തിനെ കാണിക്കുമ്പോൾ. ചെറിയ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് 2 സ്ഥലം തന്നിരുന്ന നമുക്കിപ്പോൾ ഒന്ന് ഡിസ്ട്രിക്റ്റും ഒന്ന് സ്റ്റേറ്റും ആണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചെറിയ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഐ ആം ലിവിങ് അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള.
ഇവിടെ അറ്റ് ട്രിവാൻഡ്രം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം കേരളത്തിൻ്റെ അകത്തുള്ള ഒരു സ്ഥലം. അതായത് ഇറ്റ്സ് എ സ്പെസിഫിക് പോയിൻ്റ്, ആൾസോ ഇറ്റ്സ് എ സ്മോൾ പ്ലേസ്. അതായത് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സ്ഥലം ആണ്. ഇനി എവിടെയൊക്കെയാണ് ഉപയോഗിക്കുകയെന്ന് ചോദിച്ചാൽ ഒരു ബിഗ് പ്ലേസ്. ലൈക്ക് വി സെഡ്, ഐ ആം ലിവിങ് അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള. കേരള എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിഗർ ദാൻ ട്രിവാൻഡ്രം, സോ ഇൻ കേരള. പിന്നെ ഉപയോഗിക്കേണ്ടത് ഇയർ, മന്ത്, സീസൺ. ഒരു വർഷം എലോണായിട്ടും മന്ത് മാത്രം, അങ്ങനെ സീസൺ മാത്രമായിട്ടൊക്കെ തന്നിരിക്കുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ബോൺ ഇൻ 2006, ഐ വാസ് ബോൺ ഇൻ ജൂലൈ, ഐ വാസ് ബോൺ ഇൻ വിൻ്റർ. ഇതുപോലെ ഇയർ, മന്ത്, സീസൺസിനൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഓൺ ഉപയോഗിക്കുന്ന പ്രത്യേക ഇൻസ്റ്റൻസാണ് ഡേറ്റും ഡേയും. ഡേറ്റ് എന്ന് പറയുമ്പം ആ ഒരു ഡേ, മന്ത്, ഇയർ എല്ലാം തന്നിട്ടുണ്ട്. ഐ വാസ് ബോൺ ഓൺ 30th July 2000. സോ ഈ 3 തന്നിരിക്കുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കും. ദെൻ ഡേ, ഒരു സ്പെസിഫിക് ഡേ തന്നിരിക്കുമ്പോൾ ഐ വാസ് ബോൺ ഓൺ ഫ്രൈഡേ. ലൈക്ക് വി ഡിസ്കസ്ഡ് ഏർലിയർ ഓൺ ദി പ്രിപ്പോസിഷൻ ഓഫ് ടൈമിൽ നമ്മൾ ഇത് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പാർട്ട് ഓഫ് ദി ഡേയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ, നൈറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുന്നത്. അത് എവിടെയായാലും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഇൻ മോർണിംഗ്, ഇൻ ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻ ദി നൈറ്റ്. നൈറ്റിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അറ്റ് നൈറ്റെന്നോ ഇൻ നൈറ്റെന്നോ നമുക്ക് യൂസ് ചെയ്യാം.